നിങ്ങൾ RSS ആണെന്ന് പറയൂ. എന്തിനാണ് നിങ്ങൾ RSS ആണ് എന്ന് പറഞ്ഞ് ഒരു ചാനൽ തെരുവിൽ കലാപം നടത്താതെ ഹിന്ദുവിന് നീതി കിട്ടുകയില്ല. തെരുവിൽ കലാപം നടത്താൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങി നടക്കും. കേട്ടോ നിങ്ങൾ, ഈ ഒരു ജന്തു ഇന്നും ഇന്നലെയൊന്നും അല്ല, ഇത് ഒരു 8-10 വർഷം മുമ്പത്തെ ഒരു വീഡിയോ ആണ്. അന്നും പറഞ്ഞത് ഹിന്ദുവെ നിങ്ങളൊന്ന് ഉണർന്ന് റോട്ടിലോട്ട് തെരുവിലോട്ട് ഇറങ്ങിയിട്ട് കലാപം ഉണ്ടാക്കാനാണ് പറഞ്ഞത്, എങ്കിലേ ഹിന്ദുവിന് നീതി കിട്ടൂ എന്നാണ് ഈ ജന്തു പറഞ്ഞത്. ഇവൻ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ലത്. ഇവന് ആയ കാലം മുതൽ ഈ വൃത്തികെട്ട വർത്താനങ്ങൾ മാത്രമേ ഇവന്റെ വായിന്ന് വികാറുള്ളൂ. അതായത് മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിൽ അടുപ്പിക്കുക, RSS സൈദ്ധാന്തികൻ എന്നാ പറയുക, RSSന്റെ ഒരു തേങ്ങയിൽ RSSന്റെ മണ്ണുണ്ണി എന്ന് വേണമെങ്കിൽ വിളിച്ചു പറയാം. അതായത് ഈ വിവരമുള്ളവരും ബുദ്ധിയുള്ളവരും ബുദ്ധിജീവികളെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ജനങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനും കുറേ കാര്യങ്ങൾ കൊടുക്കണം, കുറേ അറിവ് കൊടുക്കണം, കുറേ ബുദ്ധി കൊടുക്കണം, കുറേ ചിന്ത കൊടുക്കണം. അതിന് പകരം ഈ പറഞ്ഞ ചെറ്റവർത്താനം മാത്രം പറയാം. അതായത് പരസ്പരം അടുപ്പിക്കാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന ഈ ഒരു ജന്തുവിനെ പണ്ടേ പൂട്ടേണ്ടതായിരുന്നു. ഇപ്പോഴെങ്കിലും പൂട്ടിയല്ലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അറസ്റ്റ് ചെയ്തല്ലോ എന്ന് വിചാരിക്കാം. 19 വയസ്സുണ്ട്. ഈ അത്തിമുത്തി മൂത്ത് നിൽക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ കുഴിയിലോട്ട് കാല് വെക്കുന്ന സമയത്തായി പോയി അറസ്റ്റ് എന്ന്. അതായത് ഇവൻ ഉണ്ടായ കാലം മുതൽ, ഇവൻ ഏത് കാലം മുതലാണോ ഈ ചാനൽ ഡിബേറ്റിൽ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ ഇവന്റെ വായിന്ന് ഈ വർത്താനം മാത്രമേ വന്നിട്ടുള്ളൂ. അന്നൊന്നും ഒരു പോലീസും, അത് ഇനി പിണറായി പോലീസ് ആയിക്കോട്ടെ, അതിന്റെ മുമ്പത്തെ ഉമ്മൻചാണ്ടി പോലീസ് ആയിക്കോട്ടെ, ഏത് പോലീസ് വേണമെങ്കിലും ഇവരെ പൂട്ടാൻ പറ്റിയിട്ടില്ല, ഇവനിട്ട് പൂട്ടാൻ പോയിട്ടില്ല. ആ ഒരു ചങ്കൂറ്റം കാണിച്ചത്, അതായത് കേസിട്ട് 10 ദിവസം, ഞാൻ സഖാക്കളോട് ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ, ഈ കേസിട്ട് 10 ദിവസത്തിൽ ഗ്യാപ്പല്ലേ കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം എന്തായാലും അറസ്റ്റ് ചെയ്തു. നിങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ നല്ലത്, ഇനി വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും അറസ്റ്റ് ചെയ്തു. ആദ്യമായിട്ട് TG മോഹൻദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജന്തു, വിഷജന്തുവിനെ അറസ്റ്റ് ചെയ്തു. അതായത് ഒരു ശശികലന്റെ കൂടെ, RV ബാബുവിന്റെ കൂടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറെ ഈ വൃത്തികെട്ട വർത്താനം മാത്രം ചാനലിൽ വന്നിരുന്ന് പറയുന്ന വെറും ഒരു ഉച്ചാളി സംഘപരിവാരത്തിനെ അറസ്റ്റ് ചെയ്യും. ഇപ്പോഴെങ്കിലും സാധിച്ചു. ഇത്രയും വർഷങ്ങളായിട്ട് പല പോലീസുകൾ മാറി മാറി വന്നിട്ടും ചെയ്യാത്തൊരു കാര്യം. പിന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയാൻ നമുക്കറിയില്ല, ജന്തർമന്ത്രിൽ പോയിട്ടുള്ള ആൾക്കാരെ വെടിവെച്ച് കൊല്ലണം, തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടിടണം. അവിടെ വന്നിട്ടുള്ള പെൺപിള്ളേരൊക്കെ എന്നൊന്ന് ബലാത്സംഗം ചെയ്യണേ എന്നും പറഞ്ഞ് നടക്കുന്ന, പിടിച്ചോ എന്നും പറഞ്ഞ് നടക്കുന്ന പെണ്ണുങ്ങളാണ് അവിടെ വന്നത് എന്നുള്ള പച്ച വർത്താനം അവൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ പിടിച്ചത്. പക്ഷെ ഇതിന് മുമ്പ് അവൻ പറഞ്ഞതിന്റെ ഒരു ക്ലിപ്പാണ് ഞാൻ തുടക്കത്തിൽ വെച്ചിരുന്നത്. അത് കലാപാഹാനമാണ്. എന്താ നിങ്ങൾ പറ, അതായത് ഹിന്ദുവിനോടെ തെരുവിലിറങ്ങി കലാപം ചെയ്യ്, നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്ന് പച്ചക്ക് ഒരു സ്റ്റേജിൽ വിളിച്ച് പറഞ്ഞവനത്. ആ പ്രസംഗത്തിന്റെ ഫുൾ ഭാഗം ഞാൻ വെച്ചിരുന്നു, നിങ്ങൾ കേട്ടു. ഫുൾ മീൻസ് അതിന്റെ ഒരു 1.5 മിനിറ്റുള്ള ഒരു ഭാഗം ഞാൻ വെച്ചിരാം. പിന്നെ മനസ്സിലിരിപ്പം എന്താണ് ഓൻ പറഞ്ഞത്, കാരണവന്മാരൊക്കെ പണ്ടത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ അത് ഇനിയും അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കോടതിയിലൊക്കെ വേണമെങ്കിൽ പോവാം, കോടതിയിലൊക്കെ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും അത് നടക്കുന്നേക്കാൾ സ്പീഡിൽ നമ്മൾ റോട്ടിലിറങ്ങി അടിക്കണം എന്നാണ് ഈ വൃത്തികെട്ടവൻ അന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണവന്മാർ ചെയ്തു വെച്ച പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ ആളില്ലാതെ പോയി, ഉശിരില്ലാതെ പോയി, എന്തൊക്കെയോ സംഭവിച്ചു, ഒരു തളർച്ച ബാധിച്ചു നമുക്ക്. ഇന്നിനിപ്പോൾ വീണ്ടും ആ തളർച്ച മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നത്, കോടതികൾ വഴി വളരെ ബുദ്ധിമുട്ടി നമുക്ക് കുറേയധികം ആശ്വാസമൊക്കെ കിട്ടി എന്ന് വരാം. പക്ഷേ ഒരു സമാജം കോടതി കയറി ഇറങ്ങി ജീവിതം കളയാനുള്ളതല്ല. എനിക്കിപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റും അതിനുള്ള ഒരാവേശമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? ഇതാണോ ഒരു ഹിന്ദു ചെയ്യേണ്ട ജോലി? കോടതി തന്നെ നിരങ്ങുക എന്നുള്ളതാണ്. ഇതില്ലാതെ തന്നെ 82-ൽ ഹിന്ദുക്കളുടെ ശക്തി കാണിച്ച് കരുണാകരനെ പോലെയുള്ള ഒരു നേതാവിനെ പോലും ഭയപ്പെടുത്താൻ നമുക്ക് കഴിയുമെങ്കിൽ, അന്ന് കഴിഞ്ഞെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ഒരു കാര്യം കളങ്കരഹിതമായിട്ട് ഞാൻ പറയുകയാണ്, തെരുവിൽ കലാപം നടത്താതെ ഹിന്ദുവിന് നീതി കിട്ടുകയില്ല. തെരുവിൽ കലാപം നടത്താൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങി നടക്കും. കോടതിയിൽ നിന്ന് ആശ്വാസം കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കതിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് ഒരു സമാജം കോടതിയുടെ ദയയും കാത്ത് വരാന്തയിൽ കണ്ണീരോടെ നിൽക്കേണ്ടവരല്ല. അതിലും ഭേദം സ്വന്തം അനിയനെ കൊണ്ട് തല വെട്ടിച്ച് കളഞ്ഞ വേലിത്തമ്പിയെപ്പോലെ ചത്തുപോകുന്നതാണ്, പരസ്പരം വെട്ടിച്ചാവുന്നതാണ്. അന്തസ്സില്ലാത്ത ജീവിതത്തെക്കാൾ എത്രയോ നല്ലതാണ് മരണം. അപ്പം ഇവൻ സ്ഥിരമായിട്ട് ഈ RSSകാർ അവരുടെ ബുദ്ധിജീവിയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ RSSന്റെ എന്തോ വലിയ കൊണാണ്ടറാണെന്ന് വിചാരിച്ചു നടന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഇവൻ ശശികല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും വിഷപ്പാമ്പുകൾ, വിഷം ചീറ്റുന്ന അത്രയ്ക്ക് ബോധവും വിവരവും ഇല്ലാത്ത കുറെ ചെറ്റ വർത്താനം പറയുന്ന ടീമായിട്ട് മാത്രമേ കാണാറുള്ളൂ. അവരത് അങ്ങനെ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഇവനെ ഈ ഒരു അവസ്ഥയിൽ തൂക്കാൻ അറ്റ്ലീസ്റ്റ് പോലീസിന് പറ്റിയെന്നുള്ളത്. എന്നിട്ട് ഇറങ്ങി പോകുമ്പോൾ അവൻ ഇളിച്ചോണ്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അതായത് ഇത്രയും കാലം എന്നെ ആരും പിടിക്കില്ല,
എന്നെ ആരെങ്കിലും പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്യും എന്ന് വിചാരിച്ച ഒരു കോന്തനെ പിടിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ് നമ്മൾ ഇന്നലെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇളിച്ചുകൊണ്ട് ഇവൻ ആ ജീപ്പിൽ ഇരിക്കുമ്പോൾ എനിക്കതാ തോന്നിയത്. ഒരു RSSകാരനും അല്ലെങ്കിൽ ഒരു സംഘപരിവാരങ്ങളും അവിടെ അവൻ്റെ അറസ്റ്റ് തടയാൻ ഒരു തേങ്ങക്കും പോയിട്ടില്ല. ഇനി RSSകാർ തന്നെ എന്താ പറഞ്ഞത്? ഇവൻ ഇമ്മാതിരി പച്ചവർത്താനം പറഞ്ഞ സമയത്ത് RSSകാർ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ആരും അല്ല കേട്ടോ, അവൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതൊന്നും അല്ല എന്ന് RSS അന്ന് പറഞ്ഞെന്താ, ഇവൻ അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇവൻ അറസ്റ്റ് ചെയ്തപ്പോഴേ അങ്ങോട്ട് പൊള്ളി, ചന്തിയിൽ വരെ ചട്ടകം വെച്ച പോലെ പൊള്ളാൻ തുടങ്ങി. അത് പൊള്ളിയപ്പോഴേക്കും നമ്മുടെ BJP കേരള ഹാൻഡിൽ പേജ്, അതായത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും മറ്റ് ഫേസ്ബുക്ക് പേജിലൊക്കെ അവർ വന്നിട്ട് വലിയ വലിയ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. TG മോഹൻദാസിന്റെ അറസ്റ്റ് വിവേചനപരം, അറസ്റ്റ് മതമൗലികവാദികളുടെ താല്പര്യം സംരക്ഷിക്കാൻ. അതിനും കൊണ്ട് ഈ മതമൗലികവാദികളുടെ അടുത്തോട്ട് അതിനെ കൊണ്ട് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. എടോ, ഇത് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? എന്നാലും BJP ഫോർ കേരളം അവരുടെ ഒഫീഷ്യൽ പേജാണ്. നീയൊക്കെ നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങളും ഒക്കെ ഇതുപോലെ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്, പീഡനം ഇഷ്ടപ്പെട്ട് നടക്കുന്നവരാണെന്ന് മറ്റൊരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിന്റെ ഈ പറഞ്ഞ നിങ്ങൾ എത്ര യുവമോർച്ച സമരം, മറ്റേ സമരം, ഈ സമരം, ആ സമരം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എത്ര പെൺപിള്ളേര് അല്ലെങ്കിൽ എത്ര പെണ്ണുങ്ങൾ, മുതിർന്ന സ്ത്രീകൾ എത്ര പേര് റോട്ടിലിറങ്ങി സമരം ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ പാർട്ടികളിൽ അല്ലെങ്കിൽ അപ്പുറത്തെ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ജന്തു എന്ന് പറയാണ്. അതായത് ഈ പെണ്ണുങ്ങളൊക്കെ ഈ റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ്, ആരെങ്കിലും അതിനൊന്ന് പിടിക്കുകയോ അതിനൊന്ന് കൂട്ടബലാത്സംഗം ചെയ്യൂ എന്നും പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ നീയൊക്കെ അതിനെ കൈയടി സപ്പോർട്ട് ചെയ്യും. ആ പറഞ്ഞ സമരത്തിൽ ഈ കാരണം സകല സംഘപരിവാരത്തിനും വെടിവെച്ചങ്ങോട്ട് കൊന്നു കളയണം, അല്ലെങ്കിൽ അവരെ പിടിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ ശവങ്ങളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടിടണമെന്ന് മറ്റു പാർട്ടിയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെറുതെ ഇരിക്കും? നിങ്ങൾ അതിന് കൈയടിക്കും? നിങ്ങളിപ്പോൾ ഈ കാണിച്ച നിലപാട് ഈ രാജ്യത്തെ, പ്രത്യേകിച്ച് ഈ രാജ്യത്തെ കേരളത്തിലെ അല്ലെങ്കിൽ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അതായത് നിങ്ങളുടെയൊക്കെ അമ്മയും പെങ്ങളും പെങ്ങളെ മക്കളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്, അവരൊക്കെ തച്ച് കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജന്തു പറഞ്ഞതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ BJPയുടെ സ്റ്റാൻഡേർഡ് എന്താണ്, സംഘപരിവാരത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഇത് കാണുന്ന അല്ലാത്ത ജനങ്ങൾ മനസ്സിലാക്കട്ടെ. സംഘിക്ക് അത് മനസ്സിലാവില്ല. സംഘി ശാഖയിൽ പോയിട്ട് പരിപാടി ഉള്ളത് കൊണ്ട് സംഘിക്ക് അതൊക്കെ വെറും നോർമലായിട്ടേ കാണുള്ളൂ. വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയില്ല. അതാണ് അവരുടെ ഒരു പ്രശ്നം. അപ്പം ഇതുപോലത്തെ ജന്തുക്കളെ ഇനി അറസ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ നിങ്ങൾ RSSകാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൽ കുത്തിയിരുന്ന് മോഹൻദാസ് പറഞ്ഞതല്ലായിരുന്നു, ഈ ജന്തു പറഞ്ഞത് ഞാൻ നല്ലൊരു RSSകാരനാണെന്ന് തന്നെ പറഞ്ഞത്. ആ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ RSS ആണെന്ന് പറയൂ. എന്തിനാണ് നിങ്ങൾ RSS ആണ് എന്ന് പറഞ്ഞ് ഒരു ചാനൽ അഭിമാനമുള്ളവരാണ് നിങ്ങൾ RSS ആണെന്ന്? ഞാൻ RSS പ്രതിനിധിയായിരിക്കുന്നു. TG മോഹൻദാസ് RSSന്റെ കാര്യമല്ല ഇവിടെ ചർച്ച, രാഷ്ട്രീയമാണ് ചർച്ച. നിരീക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ചർച്ചയിലിരിക്കുന്നു. RSSകാരനെ വിരട്ടിയൊന്നും നിങ്ങൾ നേടാൻ പോകുന്നില്ല. ഞാൻ RSSകാരനാണ്. കേട്ടല്ലോ നിങ്ങൾ, ഞാനൊരു RSSന്റെ പ്രതിനിധിയാണ്, ഞാനൊരു RSSകാരനാണ്, ഞാനൊരു RSSന്റെ വിവരമില്ലാത്ത ബുദ്ധിജീവിയാണ് എന്ന് പച്ചക്ക് വന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ RSSകാർ ഇവൻ RSSകാരനല്ല, ഇവൻ ഞങ്ങൾ അറിയില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ തന്നെ പാർട്ടി BJP മാക്സിമം അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന പരിപാടികൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കൂട്ടത്തിലുള്ള സകല വിഷജന്തുക്കളും ചാടി പുറത്തോട്ട് വന്നിട്ടുമുണ്ട്. അവൻ RSSകാരനാണ്, അവൻ ഞങ്ങളുടെ സ്വന്തമായിരുന്നു, ഞങ്ങളുടെ കുട്ടപ്പനായിരുന്നു, ഞങ്ങളുടെ മണ്ണുണ്ണിയായിരുന്നു, ഞങ്ങളുടെ കിട്ടുണ്ണിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിലൊന്നും ഒരു മാറ്റം വരുത്താൻ ആർക്കും പറ്റില്ല. ഇവനെ പോലത്തെ ഈ ജന്തുക്കളെ പൂട്ടാൻ ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും പൂട്ടാൻ രമേശ് ചെന്നിത്തലയുടെ പോലീസിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സല്യൂട്ട് കൊടുക്കണം. നമ്മൾ ഇന്നലെ അർജുൻ ആയങ്കിരെ പോലീസ് പിടിച്ചത് കണ്ടു. പോലീസ് പിടിച്ചത് മാത്രമല്ല, പോലീസ് പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് പത്രം വായിക്കുന്ന അർജുൻ ആയങ്കിരെ നമ്മൾ കണ്ടു. ഏത് പത്രം? ജന്മഭൂമി. നമ്മുടെ ഒന്നും ജന്മത്ത് കണ്ടിട്ടില്ലാത്ത ജന്മഭൂമിയാണ് പോലീസ് സ്റ്റേഷനിലെ പത്രം. അപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ എത്രത്തോളം RSS വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസുകാരിൽ എത്രത്തോളം RSSകാരുണ്ട്, ഒരു സർക്കാർ പോലീസ് ഓഫീസിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പോലീസ് സ്റ്റേഷനിൽ ഒരു ജന്മഭൂമി പത്രം ഇടിയിപ്പിച്ചിട്ട് അവിടെ വന്നിട്ടുള്ള ഒരു വലിയ ഒരു ചെറിയ കുറ്റവാളി എന്നൊരു വലിയ കുറ്റവാളി അത് വായിക്കണമെങ്കിൽ നമ്മുടെ പോലീസിൽ എത്രത്തോളം ഈ RSS വൽക്കരണം നടന്നിട്ടുണ്ട് എന്ന് പച്ചക്ക് നമുക്ക് ഇന്നലെ കാണിച്ചു തന്നു. അപ്പോൾ ചെറിയ ഗ്യാപ്പുകളും അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഒരു സമയം ഇടവേള കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവനെ പോലത്തെവന്മാർ അറസ്റ്റ് ചെയ്തതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടത്തിലുള്ള കുറച്ച് ഇത്തരത്തിലുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ അറസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഡിലേ ആക്കുന്നത്. അപ്പോൾ ഏതാണെങ്കിലും പോലീസ് ഗുരുതര വകുപ്പുകളും അല്ലെങ്കിൽ ഗുരുതര ആരോപണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ വലിയ വകുപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാണ് കേട്ടത്. ഇനി ഇവനെ ഇവനെ താങ്ങാൻ വരുന്ന മറ്റ് BJPയുടെ നേതാക്കളുടെ ഒക്കെ ഒന്ന് പ്രസ്താവനകൾ നിങ്ങൾ എടുത്തു നോക്കും. അപ്പോൾ മനസ്സിലാവും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാരാണ് ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളതെന്നും അല്ലെങ്കിൽ അമ്മയും പെങ്ങളെയും പീഡിപ്പിച്ചാൽ പോലും അതിന് കൈയടിക്കുന്നവന്മാരാണ് ഈ കൂട്ടത്തിലുള്ളതെന്നും ഒക്കെ നമുക്ക് വ്യക്തത ഈ ഒറ്റ അറസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണെങ്കിലും പോലീസിന് ഒരു കൈയടി കൊടുത്തേ പറ്റുള്ളൂ. അറസ്റ്റ് ചെയ്തു, പൂട്ടിച്ചു. ഇനി ഇവനെ വിടാതിരിക്കണം കുറച്ച് കാലെങ്കിലും, അല്ലെങ്കിൽ ഇവൻ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് പോവായിരിക്കും. എന്താണെങ്കിലും വേണ്ടില്ല, അതിന് എങ്ങനെയൊക്കെ ഇവനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഓരോന്നിനെ ഓരോ മൂലക്കിടാൻ പറ്റട്ടെ എന്ന് മാത്രം നമുക്ക്
ആശംസിക്കാം കാര്യത്തിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.